നമ്മൾ റിപ്പോർട്ടർ മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോകുന്നു. സ്കൂളുകളിലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കർശനമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമുള്ള സ്കൂളുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടണം. തസ്തിക നിർണയത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന സ്കൂളുകൾക്ക് മാത്രം തസ്തിക നിർണയ ഉത്തരവ് എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. ഇത്തരത്തിൽ തസ്തിക നിർണയ ഉത്തരവില്ലാത്ത സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പളം തടയും. ഈ മാസം 15 മുതൽ ശമ്പളം ലഭിക്കില്ല എന്നാണ് മുന്നറിയിപ്പ്. ഗോപാൽ ശീലാസനാണ് ചേരുന്നത്. ഗോപാൽ, പല സ്കൂളുകളും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോവുക? എത്രത്തോളം സ്കൂളുകൾ ഉണ്ടാവും? മാത്രമല്ല പെട്ടെന്ന് തന്നെ, അതായത് ഈ മാസം 15 മുതൽ ശമ്പളം ലഭിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നത്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നത് പ്രായോഗികമാകുമോ? ഒരിക്കലുമല്ല വിനീത. കാരണം നമ്മൾ നേരത്തെ ഈ അക്കാദമിക വർഷം തുടങ്ങിയപ്പോൾ തന്നെ കണ്ടതാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നൂലാമാലകളും സാങ്കേതിക പ്രശ്നങ്ങളും മൂലം മാനേജർമാരും പ്രിൻസിപ്പൽമാരും നെട്ടോട്ടമോടുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള NOCയും അതിനോടനുബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റും എല്ലാം ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ഒരു ആശങ്ക അവർ അറിയിച്ചതിനെ തുടർന്നാണ് താൽക്കാലികമായി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് അക്കാദമിക വർഷം തുടങ്ങുമ്പോൾ പ്രവർത്തനം ആരംഭിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയത്. തുടർന്ന് സമയബന്ധിതമായി തന്നെ യഥാർത്ഥ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്ഥാപനങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ആ നിർദ്ദേശമാണ് ഇപ്പോൾ കർശനമാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കാരണം ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകൾ വെച്ച് നിലവിൽ സ്കൂളുകൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു വർഷത്തേക്കാണ് ഒരു സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ അനുവദിക്കുക. ആ സർട്ടിഫിക്കറ്റ് എല്ലാ സ്കൂളുകളും അടിയന്തരമായി ലഭിച്ചു എന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത കെട്ടിടങ്ങളോ സ്കൂളുകളോ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നും, അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത സ്കൂളുകളിൽ തസ്തിക നിർണയ ഉത്തരവ് നൽകില്ല എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. ഈ തസ്തിക നിർണയം ജൂലൈ 15 പൂർത്തിയാക്കാനാണ് നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ എല്ലാ സ്കൂളുകളും തസ്തിക നിർണയം നടത്തണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ 15-ാം തീയതി മുതൽ അത്തരത്തിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന യഥാർത്ഥ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ ശമ്പളം തടഞ്ഞു വെക്കുന്നുവെന്നും അവരുടെ ജോലി പോലും അവതാളത്തിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നതുമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ശരി, ഗോപാൽ ശീലാസനാണ് വിശദാംശങ്ങൾ നൽകിയത്.